ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ കാർത്തികയുടെ ഫോട്ടോയിൽ നോക്കി കാർത്തികയുടെ അമ്മ ശൈലജ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ട് അവിടേക്ക് എത്തിയ രാജേന്ദ്രൻ ശൈലജയോട് ദേഷ്യപ്പെടുന്നു. നീ എന്തിനാ ഈ ഫോട്ടോയും വെച്ച് നോക്കിയിരിക്കുന്നെന്ന് ചോദിച്ച് ദേഷ്യത്തോടെ ആ ഫോട്ടോ വാങ്ങി വലിച്ചു കയറി കളയുമ്പോൾ ശൈലജ പറഞ്ഞു, നിങ്ങൾ എന്താ മനുഷ്യ കാണിക്കുന്നത്? നമ്മുടെ മോളല്ലേ, എനിക്ക് അവളെ കാണണം, അവൾ മടങ്ങിയെത്തും, എനിക്ക് ഉറപ്പുണ്ട് അവൾ തിരിച്ചു വരും എന്ന് പറഞ്ഞതും ഉടനെ രാജേന്ദ്രൻ പറഞ്ഞു, ഒരു മോള് എനിക്ക് അവൾ മരിച്ചതിന് തുല്യമാണ്. അതുകൊണ്ട് ഇനി അവളെ കുറിച്ചുള്ള ഒരു കാര്യവും ഇനി ഇവിടെ സംസാരിക്കേണ്ടതില്ല. എന്തായാലും അവള് കാരണം ഉണ്ടാക്കി തന്ന മാനക്കേട് അത്രത്തോളം ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ ശൈലജ പറഞ്ഞു, എനിക്കറിയാം, അവള് നമ്മുടെ മോളല്ലേ, നിങ്ങളുടെ മനസ്സിൽ അവളോടുള്ള സ്നേഹം എത്രത്തോളമാണെന്ന് എനിക്കറിയാം. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മുടെ മകൾ മടങ്ങി വരണമെന്നുള്ള ആഗ്രഹമാണുള്ളത്. അതേ പ്രതീക്ഷയും ആഗ്രഹവും എന്റെ മനസ്സിലും ഉണ്ട് എന്ന് ശൈലജ പറയുമ്പോൾ രാജേന്ദ്രൻ പറഞ്ഞു, അതെ, അതൊക്കെ നിന്റെ മനസ്സിലുണ്ടാവും, അതങ്ങനെ തന്നെ വെച്ചോളൂ. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നമ്മുടെ മകൾ കാണിച്ചു കൂട്ടിയ തെറ്റുകളൊക്കെ നമ്മൾ ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്തിട്ടുണ്ട്, അത് പണ്ട്. എന്നാൽ ഇപ്പോ അവളോട് എന്റെ മനസ്സിൽ വെറുപ്പും ദേഷ്യവും മാത്രമേ ഉള്ളൂ, അല്ലാതെ മറ്റൊരു വികാരവും ഇപ്പൊ എന്റെ മനസ്സിലില്ല. അവൾ ചെയ്തു വെച്ചിരിക്കുന്നത് അത്രത്തോളം മാനക്കേടാണ്. ഈ രാജേന്ദ്രൻ ഈ നാട്ടിലുള്ളവരുടെ മുന്നിൽ ഇന്നേ വരെ എന്തെങ്കിലും വഴക്കോ ബഹളോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഒരു മാന്യനായി തന്നെയാണ് ഞാൻ ജീവിച്ചത്. എന്നാൽ അവരുടെ എല്ലാം മുന്നിൽ ഞാനിപ്പോൾ ഒരു പരിഹാസ കഥാപാത്രമായി മാറിയിരിക്കുന്നു. സത്യത്തിൽ ഇന്നലെ നടന്ന കരയോഗത്തില് നാട്ടുകാരെല്ലാവരും ചേർന്ന് പറഞ്ഞത് എന്താണെന്നറിയാവോ? മകളെ വിവാഹം കഴിപ്പിച്ചയക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഞാൻ അവളെ ഇവിടെ നിന്ന് ഒളിച്ചോടിപ്പോവാൻ സപ്പോർട്ട് ചെയ്തുവെന്ന്, എല്ലാവരെയും വിളിച്ചു വരുത്തി ഞാൻ അവരെ നാണം കെടുത്തിയെന്ന്, അതിന് ഞാൻ ഉത്തരവാദിത്തപ്പെടണമെന്നും അതിന് ഞാൻ മറുപടി നൽകണമെന്നുമാണ് കരയോഗക്കാരുടെ അഭിപ്രായം. അവരെ എല്ലാം നാണം കെടുത്തിയത് ഞാനാണ് എന്ന്. ഇത്രയൊക്കെ നാണക്കേട് നമ്മുടെ മകൾ നമുക്ക് വരുത്തി തന്നില്ലേ, എന്നിട്ട് ഇനിയും അവളെ കാത്തിരിക്കണമെന്നാണ് നീ പറയുന്നത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവളിനി മടങ്ങിയെത്തിയാൽ അവളുടെ മരണം എന്റെ കൈകൊണ്ട് തന്നെയായിരിക്കും. അവളെ ഞാൻ കൊല്ലുക തന്നെ ചെയ്യും. അത് എന്റെ ഉറച്ച തീരുമാനമാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നമുക്ക് അങ്ങനെ ഒരു മകളില്ല. മരിച്ചവർ മടങ്ങി വരണമെന്ന് എല്ലാ അച്ഛനമ്മമാരും മരിച്ച മക്കളെ കുറിച്ച് ആഗ്രഹിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോ നീ പറയുന്ന അവളുടെ കാര്യത്തിലും എന്റെ തീരുമാനം. അവൾ എന്റെ മനസ്സിൽ മരണപ്പെട്ടു കഴിഞ്ഞു. ഇനി നമുക്ക് അങ്ങനെ ഒരു മകളില്ല എന്ന് പറയുമ്പോ ശൈലജ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ആ മകൾ മടങ്ങി എത്തണമെന്നുള്ള ആഗ്രഹമുണ്ടെന്ന് എനിക്ക് ഉറപ്പാണെന്ന് പറയുമ്പോൾ ശൈലജയോട് രാജേന്ദ്രൻ പറഞ്ഞു, അതൊക്കെ നിന്റെ വെറും തോന്നൽ മാത്രമാണ് ശൈലജ, ഒരിക്കലും ഞാൻ അങ്ങനെ ആഗ്രഹിക്കില്ല എന്ന് രാജേന്ദ്രൻ അറിയിച്ചപ്പോ ശൈലജ ചോദിച്ചു, നമ്മുടെ മകൾ കുഞ്ഞുനാൾ മുതൽ കാണിച്ചു കൂട്ടിയ കുസൃതികൾക്ക് നമ്മൾ ആരോടെല്ലാം അതിന് പരിഹാരം പറഞ്ഞിട്ടുണ്ട്, സമാധാനം പറഞ്ഞിട്ടുണ്ട്. അന്നൊക്കെ നിങ്ങൾക്ക് നമ്മുടെ മകൾ പ്രിയപ്പെട്ടവളായിരുന്നില്ലേ, പിന്നെ ഇപ്പോ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് എന്താ എന്ന് ചോദിച്ചപ്പോ രാജേന്ദ്രൻ പറഞ്ഞു, ശരിയാണ്, നമ്മുടെ മകൾ കാണിച്ചു കൂട്ടിയ വൃത്തികേടുകൾക്കൊക്കെ ഞാൻ അന്ന് സപ്പോർട്ട് ചെയ്യുകയും അവൾക്ക് വേണ്ടി സമാധാനം പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് അവള് മൂലം ഞാൻ അനുഭവിക്കുന്ന വേദന അത് നിനക്ക് മനസ്സിലാവില്ല. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, അവൾ കാണിച്ചതിനൊക്കെ ജീവിതം അവസാനിപ്പിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ എന്ത് ചെയ്യാം, നമ്മുടെ മകൾ കാരണം അതിനും നിവൃത്തിയില്ലല്ലോ. കാരണം അവൾ ചെയ്തു കൂട്ടിയ ഇത്തരം പ്രവൃത്തികൾ കാരണം സ്വന്തം ജീവിതം അവസാനിപ്പിക്കാൻ പോലുമുള്ള സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയിലാണ് ഞാനിപ്പോ. അതുകൊണ്ട് ഞാൻ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. നമ്മുടെ മോൻ കുറെ നാളായില്ലേ അവന്റെ അടുത്തേക്ക് ചെല്ലാനായി വിളിക്കുന്നു. നമുക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കാം, ഇനി കുറച്ചു നാളത്തേക്കെങ്കിലും ഇവിടുന്ന് പോകാം, അതാണ് നല്ലത്. തൽക്കാലം അവന്റെ കൂടെ പോയി താമസിക്കാം, അതിനുശേഷം പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാം എന്ന് രാജേന്ദ്രൻ അറിയിച്ചു. എന്തായാലും നിനക്ക് എടുക്കാനുള്ളത് എന്തൊക്കെയാന്ന് വെച്ചാൽ എടുത്തോളൂ എന്ന് പറഞ്ഞ് രാജേന്ദ്രൻ വേഗം അകത്തേക്ക് പോകുമ്പോൾ ശാലിനിയും അനുപല്ലവിയും കൂടി കാർത്തികയുടെ വീട്ടിലേക്ക് വരുന്നു. കാറിലിരിക്കുന്ന ശാലിനി മനസ്സിൽ പറഞ്ഞു, കാർത്തികേ, ഇതോടെ നിന്റെ അവസാനമാണ്. നീ ചെയ്തു കൂട്ടിയ കള്ളത്തരങ്ങളും പറഞ്ഞു ഫലിപ്പിച്ച നുണക്കഥകളും ഒക്കെ പൊളിച്ചെടുക്കാൻ പോവുകയാണ് ഈ ശാലിനി. ഇനി നിനക്കൊരു രക്ഷയില്ല. നിന്റെ അച്ഛനമ്മമാരെ തന്നെ ഞാൻ നിന്റെ കൺമുന്നിൽ കൊണ്ടുവന്ന് നിർത്താൻ പോകുന്നു. അതോടെ നിന്റെ ഈ നാടകം അവസാനിക്കുകയാണ്. എന്റെ വിഷ്ണുവേട്ടന്റെ മേൽ നീ നടത്തുന്ന ഇത്തരം ചതിപ്രയോഗങ്ങൾക്ക് ഇന്നത്തോടെ അവസാനമുണ്ടാകും. ഈ ശാലിനിക്ക് നിന്റെ മേലോട്ട് നേടാൻ പോകുന്ന ഈ ശാലിനിയുടെ വിജയമാണത്. നീ നോക്കിയിരുന്നോ കാർത്തികേ.
ഇതോടെ നിന്റെ അവസാനമാണ് എന്നെല്ലാം മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ട് ശാലിനി അങ്ങനെ രാജേന്ദ്രന്റെയും ശൈലജയുടെയും അരികിലേക്ക് പുറപ്പെടുമ്പോൾ ശൈലജയും രാജേന്ദ്രനും കൂടി ആ നാട് വിടാനുള്ള തീരുമാനത്തിൽ എത്തുകയും അവർ സാധനങ്ങളെല്ലാം ബാഗിൽ പാക്ക് ചെയ്ത് വീട് വിട്ടിറങ്ങാനായി തയ്യാറായി. പുറത്തേക്ക് ഇറങ്ങിയ ശൈലജ രാജേന്ദ്രനോട് ചോദിച്ചു, അല്ല നിങ്ങൾ പറഞ്ഞത് സത്യം തന്നെയാണല്ലോ, ഇനി നമ്മൾ ഇങ്ങോട്ട് വരില്ലേ എന്ന് ചോദിച്ചപ്പോ രാജേന്ദ്രൻ പറഞ്ഞു, അതെ, ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ. നമ്മുടെ മകന്റെ വീട്ടിലേക്ക് പോകുന്നു, അതാ നല്ലത്. ഇനി അവിടെ ചെന്ന് ഇനി എന്താ വേണ്ടെന്ന് തീരുമാനിക്കാം. പിന്നെ നമ്മുടെ മകളുടെ ജാതകം നോക്കിയപ്പോ അന്ന് പറഞ്ഞതെന്താ, ഈ വീട് വിട്ട് വലിയ മാളികയിലേക്ക് നമ്മൾ ചേക്കേറുമെന്ന്. അതെ, ഇപ്പൊ കണ്ടില്ലേ, മകളുടെ കയ്യിലിരിപ്പ് കൊണ്ട് സ്വന്തം വീടും നാടും ഉപേക്ഷിച്ച് പോകേണ്ട അവസ്ഥയിലായി കാര്യങ്ങൾ. എന്തായാലും ഇത്രയും നല്ല സ്വഭാവവും ജാതകമാണല്ലോ നമ്മുടെ മകൾക്ക് എന്ന് പറഞ്ഞ് രാജേന്ദ്രൻ ശൈലജയോട് വരാൻ പറഞ്ഞു. ഉടനെ ശൈലജ ചോദിച്ചു, അല്ല, നമുക്ക് ഈ അടുത്തുള്ളവരോടൊന്ന് പറയണ്ടേ നമ്മൾ പോകുന്ന വിവരം എന്ന് ചോദിച്ചതും രാജേന്ദ്രൻ പറഞ്ഞു, അതിനൊന്നും ആവശ്യമില്ല. എന്തിനാ ഈ നാട്ടുകാരോട് നമ്മൾ പോകുന്ന വിവരം അറിയിക്കുന്നത്? ഇവിടെയുള്ളവരാരും തന്നെ നമ്മുടെ നല്ലത് ആഗ്രഹിക്കുന്നവരല്ല, അതെനിക്ക് ഇന്നുകൊണ്ട് മനസ്സിലായി. അതുകൊണ്ട് ഇനി എന്തായാലും ആരുമായിട്ട് ഒരു സംസാരത്തിനോ ചങ്ങാത്തത്തിനോ പോകുന്നില്ല. നമുക്ക് നമ്മുടെ വഴി ഇങ്ങോട്ട് നടക്കാൻ നോക്കുക എന്ന് പറഞ്ഞ് രാജേന്ദ്രൻ ബാഗും വാങ്ങി മുന്നിൽ നടന്നു. ഈ സമയത്താണ് പ്രകാശൻ ശാലിനിയുടെയും അനുപല്ലവിയുടെയും വരവും പ്രതീക്ഷിച്ച് ആ ജംഗ്ഷനിൽ കാത്തുന്നത്. ഉടനെ അനുപല്ലവി പ്രകാശിനോട് കാര്യങ്ങൾ അന്വേഷിച്ചിടും. താൻ ആ വെയിറ്റിംഗ് ഷെഡിനരികിൽ തന്നെ നിൽപ്പുണ്ട് എന്ന് പ്രകാശൻ പറഞ്ഞതോടെ അവിടേക്ക് എത്തിയ അനുപല്ലവിയും ശാലിനിയും പ്രകാശിനെ കണ്ട് വണ്ടി ഒതുക്കി. ഉടനെ ഇരുവരും കൂടി അരികിലേക്ക് എത്തിയതോടെ പ്രകാശൻ പറഞ്ഞു, ചേച്ചി പറഞ്ഞെടുത്ത് പോയി അന്വേഷിച്ചു, അവിടെയുണ്ട് അവർ രണ്ടുപേരും. ഈ വഴി അങ്ങ് പോയ ഒരു വളവ് തിരിഞ്ഞ നേരെ അവരുടെ വീട്ടിലേക്കാണ് ചെല്ലുന്നത്. രണ്ടുപേരും അവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു. അനുപല്ലവി വീണ്ടും ചോദിച്ചു, ഉറപ്പാണല്ലോ അല്ലേ? അതെ ചേച്ചി, ഞാനിപ്പോ കൊറിയർ കൊടുത്തിട്ട് വന്നതാ. എന്തായാലും രണ്ടുപേരും പാവങ്ങളാ, സാധാരണക്കാരാ. ഉള്ള ജോലി ചെയ്ത് അന്നത്തെ ചെലവ് കഴിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുന്നവർ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ആ മകൾ കാരണം അവർക്ക് ഉണ്ടായ നാണക്കേട് ചില്ലറയൊന്നുമല്ല. അത്രത്തോളം മനസ്സ് തകർന്ന അവർ ജീവിക്കുന്നത്. പിന്നെ ഞാൻ കൊറിയർ കൊടുക്കുന്നതിനിടയിൽ ആ നമ്പരും വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് അദ്ദേഹത്തിന്റെ നമ്പര്. പിന്നെ വല്ലാത്ത ദേഷ്യത്തിലാണ് അദ്ദേഹം. കാരണം മകൾ ഇങ്ങനെ ഒരു നാണക്കേട് വരുത്തി വെച്ചതിന്റെ അമർഷവും ദേഷ്യവും ഒക്കെ ആ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഞാൻ കൊറിയർ കയ്യിലേക്ക് കൊടുത്തപ്പോ അതൊന്ന് തുറന്നു പോലും നോക്കാതെ അതെടുത്ത് വലിച്ചെറിയുകയാണ് അദ്ദേഹം ചെയ്തത്. എന്തായാലും രണ്ടുപേരും അവിടെ തന്നെ ഉണ്ട്. ഇപ്പോൾ ചെന്ന് അവരെ കാണാൻ കഴിയും എന്ന് പ്രകാശൻ അറിയിച്ചു. അത് കേട്ടതും ശാലിനി പറഞ്ഞു, ശരി, ഞങ്ങള് ഇപ്പോൾ തന്നെ പോയിട്ട് വരാം. ഇടയ്ക്ക് എന്തെങ്കിലും സഹായത്തിന് ഞങ്ങൾ വിളിച്ചാ സഹായിക്കേണ്ടി വരുമെന്ന് പറഞ്ഞതും അതിനെന്താ ചേച്ചി വിളിച്ചോ എന്ന് അനുപല്ലവിയോട് പ്രകാശൻ അറിയിച്ചു. അതിനുശേഷം ശാലിനിയും അനുപല്ലവിയും കൂടി രാജേന്ദ്രന്റെ വീട് ലക്ഷ്യം വെച്ച് അവിടേക്ക് പുറപ്പെട്ടു. പ്രകാശം പറഞ്ഞ വഴിയെ തന്നെ കാറുമായി അവിടേക്ക് എത്തിയതും വണ്ടിയിൽ വന്നിറങ്ങിയ ശാലിനി ആ വീട് കണ്ടതോടെ വലിയ സന്തോഷത്തിലായി. എന്നാൽ വീട് പൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടതോടെ ശാലിനിക്കാകെ ടെൻഷനായി. അല്ല, അവരിവിടെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്, പിന്നെ ഇതിനോടൊപ്പം അവരിത് എവിടെ പോയി എന്ന് ശാലിനി ആകെ ടെൻഷനോടെ ആ ലോക്ക് ചെയ്തിരിക്കുന്ന ആ വാതിലിനരികിലേക്ക് വന്ന് നോക്കി. ഇത് പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ എന്നോർത്ത് ആകെ ടെൻഷനായതും അനുപല്ലവി പറഞ്ഞു, എന്നാ പുറത്തേക്ക് എവിടേക്കെങ്കിലും പോയതായിരിക്കും മാഡം, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും ഒരാൾ ഇവിടെ കാണണ്ടേ, രണ്ടുപേരും ഇവിടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോ അനുപല്ലവി പറഞ്ഞു, നമുക്ക് എന്തായാലും ഒന്ന് ചോദിച്ചു നോക്കാം, ഇവിടെ ആരോടെങ്കിലും ഒന്ന് അന്വേഷിക്കാം. അവരെങ്ങോട്ടാ പോയതെന്ന് അയൽവാസികളോ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഇനി അതുമല്ലെങ്കിൽ മാഡത്തിന്റെ കയ്യിൽ പ്രകാശൻ നമ്പർ വന്നിട്ടുണ്ടല്ലോ, ആ നമ്പറിലൊന്ന് വിളിച്ചു നോക്കിയാലോ മാഡം എന്ന് പറഞ്ഞു. ഉടനെ ശാലിനി ആ നമ്പറിലേക്ക് വിളിച്ചതും അത് സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞു കേട്ടു. അത് കേട്ടതോടെ ശാലിനി ആകെ നിരാശയിലായി. അത് സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞു. അനുപല്ലവിയും ആകെ ടെൻഷൻ അടിച്ചെന്നപ്പോ ശാലിനി പറഞ്ഞു, ഇവിടെ എത്തുന്നത് വരെ വലിയ പ്രതീക്ഷയിലായിരുന്നു ഞാൻ, ഇപ്പോ ആ പ്രതീക്ഷയും അണിഞ്ഞല്ലോ അനു എന്ന് പറഞ്ഞപ്പോ അനുപല്ലവി പറഞ്ഞു, അങ്ങനെ നിരാശപ്പെടാതെ വേണം, എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാകും, തീർച്ച വേണം, സമാധാനപ്പെട് എന്ന് പറഞ്ഞു. അപ്പോഴാണ് അതുവഴി ഒരു അയൽവാസി നടന്നു വരുന്നത് കണ്ടത്. ഉടനെ അനുപല്ലവി വിളിച്ചു, അതെ, ഇവിടെ ഉണ്ടായിരുന്നവർ എവിടെ പോയി എന്ന് ചോദിച്ചപ്പോ ഉടനെ രാജേന്ദ്രനും ഭാര്യ ശൈലജയും അല്ലേ, അവർ ഈ നാട് വിട്ടു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും ശാലിനിയും ഞെട്ടലോടെ അനുപല്ലവിയും നോക്കി. അല്ല, അതെന്താ അങ്ങനെ എന്ന് ചോദിച്ചപ്പോ അവർ ഈ നാട്ടിൽ ആകെ ഒറ്റപ്പെട്ടായിരുന്നു താമസിച്ചിരുന്നത്. അവരുടെ മകൾ കാണിച്ചു കൂട്ടിയ പ്രവൃത്തി കൊണ്ട് ആകെ നാണക്കേടോടുകൂടിയാണ് അവർ ഇത്രയും നാൾ കഴിഞ്ഞത്. അതുകൊണ്ട് അവസാനം അവരെങ്ങോട്ടാ പോകുന്നതെന്നൊന്നും പറഞ്ഞില്ല. ഇത്രയും തന്നെ അവർ നാട് വിടുകയാണെന്ന് തന്നെ പറഞ്ഞതും ഞാൻ കുറെ തവണ ചോദിച്ചത് കൊണ്ട് മാത്രമാണ് എന്ന് ആശ്രയ അറിയിച്ചു. അപ്പോഴേക്കും ശാലിനി ചോദിച്ചു, അല്ല, അവരെങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞോ എന്ന് ചോദിച്ചപ്പം
അത് പറയാൻ അവർക്ക് മടിയായിരുന്നു. ഇത്രയൊക്കെ ഞാൻ കുറെ തവണ ചോദിച്ചുകൊണ്ട് മാത്രം പറഞ്ഞതാ എന്ന് പറഞ്ഞ് ആ സ്ത്രീ മടങ്ങി. അതോടെ ശാലിനി ആകെ നിരാശയിലായി. ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ആകെ ടെൻഷനോടെ ശാലിനി അങ്ങ് നിൽക്കുമ്പോൾ അനുപല്ലവി പറഞ്ഞു, മേഡം എന്തെങ്കിലും ഒരു വഴി കാണാം എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി ആകെ ടെൻഷനോടെ കാറിനരികിൽ തന്നെ നിന്നു. അപ്പോഴാണ് പാപ്പിമോള് അവിടെ പൂജാമുറിയിലെത്തി. സത്യാമ്മയുടെ വീട്ടിലിരുന്ന് പപ്പിമോള് പൂജാമുറിയിലേക്ക് വന്നതും ആ പൂജാമുറിയിൽ ഭഗവാന്റെ മുന്നിൽ കൈകൂപ്പിക്കൊണ്ട് പപ്പിമോൾ പ്രാർത്ഥിച്ചു. കണ്ണാ, നീ ഇവിടെ ഈ വീടിന്റെ ഈ മൂലയിലിരുന്ന് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണുന്നില്ലേ, കണ്ടില്ലേ? നീ ഇതൊന്നും അറിയുന്നില്ലേ? എനിക്കറിയാം എല്ലാം നീ അറിയുന്നുണ്ട് എന്ന്. എന്നിട്ട് ഒന്നും അറിയുന്നില്ല എന്ന് ഭാവിച്ചിരിക്കുകയാണല്ലേ? ഈ വീട്ടിൽ മുഴുവൻ പ്രശ്നങ്ങളാ. വിഷ്ണു അച്ഛന്റെയും കാർത്തികാന്റിയുടെയും വിവാഹം നടത്താനായിട്ട് സത്യാമ്മ തിരക്ക് പിടിക്കുക. അതുകൊണ്ട് കണ്ണാ, നീ വിഷ്ണു അച്ഛന്റെയും ആ കാർത്തികാന്റിയുടെയും വിവാഹം നടത്തരുത്. ഈ വിവാഹം എങ്ങനെയും മുടക്കണം. എന്റെ വിഷ്ണു അച്ഛന് ചേച്ചിയമ്മയെ ഇഷ്ടം. ചേച്ചിയമ്മയെ വിവാഹം കഴിച്ചാൽ മതി വിഷ്ണു അച്ഛൻ. അതുകൊണ്ട് കുട്ടികളുടെ പ്രാർത്ഥന ഈശ്വരന്മാര് കേൾക്കുമെന്നല്ലേ പറയാറുള്ളത്. എന്റെ കണ്ണാ, എന്റെ വിഷ്ണു അച്ഛന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കണേ. എങ്ങനെയെങ്കിലും ആ കാർത്തികാന്റിയുമായിട്ടുള്ള എന്റെ വിഷ്ണു അച്ഛന്റെ വിവാഹം മുടക്കി തരണേ. കണ്ണാ, ഞാൻ നിന്റെ കാല് പിടിക്കാം, ഞാൻ കാല് പിടിക്കാം കണ്ണാ എന്ന് പറഞ്ഞ് പപ്പിമോള് വേഗം ആ നിലത്ത് വീണ് സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് പപ്പിമോള് വീണ്ടും പറഞ്ഞു, കണ്ണാ, നീ എന്നെ സഹായിക്കണേ. വിഷ്ണു അച്ഛന്റെയും ആ കാർത്തികാന്റിയുടെയും വിവാഹം മുടക്കി തരണേ. എന്റെ വിഷ്ണു അച്ഛനും ചേച്ചിയമ്മയുമായിട്ടുള്ള വിവാഹം നടത്തി തരണേ എന്നെല്ലാം പപ്പിമോള് വീണ്ടും സങ്കടത്തോടെ പ്രാർത്ഥിച്ചു. കണ്ണാ, നീ എന്റെ ഈ പ്രാർത്ഥന കേൾക്കണേ കണ്ണാ എന്ന് പറഞ്ഞ് കണ്ണന് മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് പപ്പിമോള് വീണ്ടും വളരെ വേദനയോടെ സങ്കടത്തോടെ യാചിച്ചു. അപ്പോഴാണ് രാജേന്ദ്രനും ഭാര്യയും കൂടി ബസ് സ്റ്റോപ്പിലേക്ക് എത്തിയത്. അവിടേക്ക് വന്ന രാജേന്ദ്രനോട് ഭാര്യ ചോദിച്ചു, അതേ മനുഷ്യ എന്ന് വിളിച്ചതും, എന്താ നീ പറയാൻ വന്നത്? അല്ല, ഞാൻ എന്ന് പറഞ്ഞതും, നീ എന്താ പറയാൻ വന്നതെന്ന് ചോദിച്ചത് നീ ചോദിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ രാജേന്ദ്രനോട് ശൈലജ ചോദിച്ചു, അല്ല, ഇങ്ങോട്ട് വരുന്ന വഴി നിങ്ങൾ പറഞ്ഞതെല്ലാം സത്യം തന്നെയാണോ? ഇന്ന് നമ്മളിപ്പോ ഇങ്ങോട്ട് ഇനി മടങ്ങി വരുന്നേ ഇല്ലേ എന്ന് ചോദിച്ചതും, ഇല്ല, ഈ നാട്ടിലേക്ക് ഇനി ഒരു തിരിച്ചുവരവില്ല. നമ്മുടെ മകന്റെ അടുത്ത് ചെന്നിട്ട് അവിടെ എങ്ങനെയെങ്കിലും ഒരു ജോലി തരപ്പെടുത്തണം. എന്നിട്ട് അവിടെ കഴിയാൻ നോക്കും. ഇനി അത് പറ്റിയില്ല എങ്കിൽ, ജോലിയൊന്നും കിട്ടിയില്ലെങ്കിൽ ഇങ്ങോട്ട് മടങ്ങി വരും. അല്ല, നമുക്ക് കുട്ടികളും പ്രാരാബ്ദവും ഒന്നും ഇല്ലാത്ത നമുക്ക് ഇനിയിപ്പോ എവിടെ കഴിഞ്ഞാൽ എന്താ? നമ്മുടെ വിശപ്പ് മാറണം, അതുപോലെ തന്നെ സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകണം. അതിനുവേണ്ടിയാണല്ലോ നമ്മൾ ഈ നെട്ടോട്ടം ഓടുന്നത്. അതുകൊണ്ട് എന്തായാലും അങ്ങനെ ഒരു സമാധാനം കിട്ടുന്നിടത്തേക്ക് നമ്മൾ പോകുന്നു, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ ശൈലജ ചോദിച്ചു, അതൊക്കെ ഇരിക്കട്ടെ മനുഷ്യ, നമ്മൾ ചെല്ലുന്ന കാര്യം നിങ്ങൾ അവനെ വിളിച്ചു പറഞ്ഞോ? അല്ല, ഇനി നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോ അവര് വീടും പൂട്ടിയിട്ട് എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് ചോദിച്ചപ്പോ ഉടനെ ശൈലജയോട് പറഞ്ഞു, അയ്യോ, അത് ഞാൻ പറഞ്ഞില്ല. അപ്പോഴാണ് ശൈലജ ചോദിച്ചത്, അല്ല, ഇനിയിപ്പം നമ്മുടെ മോൾക്ക് നല്ല ബുദ്ധി തോന്നി എങ്ങാനും മടങ്ങി വന്നാലോ എന്ന് ചോദിച്ചത് ശൈലജയോട് രാജേന്ദ്രൻ പറഞ്ഞു, നല്ല ബുദ്ധി തോന്നി മടങ്ങി വരാനോ? അവളോ? ഒരിക്കലുമില്ല. അവൾക്ക് അങ്ങനെ നല്ല ബുദ്ധി ഉണ്ടായിരുന്നെങ്കിലേ നമ്മൾ ഉറപ്പിച്ച വിവാഹം കളഞ്ഞിട്ട് അവൾ ഇങ്ങനെ ഒരു നാണക്കേട് വരുത്തി വെക്കുമായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ശൈലജ പറഞ്ഞു, അതെ, നിങ്ങള് എന്നാ അവനെ വിളിച്ച് കാര്യം പറ എന്ന് പറഞ്ഞതും, ഓ ശരിയാ, ഞാൻ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് വേഗം രാജേന്ദ്രൻ തന്റെ പോക്കറ്റിൽ തൊട്ടു നോക്കി. മൊബൈൽ ഫോൺ എടുക്കാനായി പോക്കറ്റ് തപ്പിയതും എളിയിലെല്ലാം നോക്കിയിട്ടും അവിടെ എങ്ങും തന്നെ ഫോൺ ഇല്ലെന്ന് മനസ്സിലായി. അല്ല, നീ എന്റെ ഫോൺ എടുത്തായിരുന്നോ എന്ന് ചോദിച്ചതും, പിന്നെ ഞാൻ നിങ്ങളുടെ ഫോൺ എടുക്കുമല്ലേ, എനിക്കതല്ലേ പണി എന്ന് ചോദിച്ചപ്പം വീണ്ടും രാജേന്ദ്രൻ എല്ലാം നോക്കി. അല്ല, നിങ്ങൾ ആ ബാഗിനകത്ത് അങ്ങനെ നോക്കു മനുഷ്യ എന്ന് പറഞ്ഞതും, ഇല്ല, ഞാനേ ഫോൺ ചാർജ് ചെയ്യാനായിട്ട് അവിടെ മേശയിൽ അവിടെ കുത്തിയിട്ടിരിക്കുകയായിരുന്നു, അത് ഞാൻ എടുക്കാൻ മറന്നുപോയി. നമുക്ക് എന്നാലും പോയി എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് അതുവഴി വന്ന ഒരു ഓട്ടോയ്ക്ക് കൈ കാണിച്ച് എന്നിട്ട് വണ്ടി തിരിച്ചോളാനായി പറഞ്ഞു. പിന്നെ അവർ രണ്ടുപേരും കൂടി നേരെ തിരികെ വീട്ടിലേക്ക് പുറപ്പെടുമ്പോൾ ശാലിനിയും അനുപല്ലവിയും ആകെ നിരാശയോടെ മടങ്ങുകയാണ്. ശാലിനി ആകെ ടെൻഷൻ അടിച്ചങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ അനുപല്ലവി ശാലിനിയെ നോക്കി. ആകെ ടെൻഷനോടെ ഇരിക്കുന്ന ശാലിനിയെ എന്ത് പറഞ്ഞ് സമാധാനപ്പെടുത്തുമെന്നറിയാതെ അനുപല്ലവിയും നിരാശയിലായി. അപ്പോഴാണ് രാജേന്ദ്രന്റെ ഭാര്യയും തിരികെ എത്തിയത്. വേഗം താക്കോലിങ്ങ് താടി എന്ന് പറഞ്ഞ് ശൈലജയുടെ കയ്യിൽ നിന്ന് താക്കോല് വാങ്ങിച്ചു. ഓ, അല്ലെങ്കിൽ എന്തൊരു ഓട്ടോ ആയത് നിന്റെ! ഇന്നും ഈ ഓട്ടോ ഓടിക്കലാണല്ലോ പരിപാടി എന്ന് ചോദിച്ചപ്പോ ശൈലജ ചോദിച്ചു, ആര് പറഞ്ഞു? ഞാൻ കാരണമാണോ നിങ്ങളിപ്പോ മൊബൈൽ ഫോൺ എടുക്കാതെ പോകുന്നത് എന്ന് ശൈലജ ദേഷ്യപ്പെട്ടതും രാജേന്ദ്രൻ പറഞ്ഞു, ഒരക്ഷരം നീ മിണ്ടരുത്. നിന്റെ മകൾ കാരണമാണല്ലോ നാടും കൂടും വിട്ട് ഈ ഓടേണ്ടി വരുന്നത്. നീ ആ താക്കോലിങ് തന്നെ എന്ന് പറഞ്ഞ് ആ
താക്കോല് പിടിച്ചു വാങ്ങിച്ചു. അതിനുശേഷം വാതിൽ തുറന്ന് വേഗം രാജേന്ദ്രന്റെ ഭാര്യയും കൂടി അകത്തേക്ക് കയറി. ഭാര്യ ഡൈനിങ് ടേബിളിന് അരികിൽ വന്ന് വെള്ളം എടുത്ത് കുടിക്കുന്നതിനിടയിൽ രാജേന്ദ്രനോട് പറഞ്ഞു, ദേ മനുഷ്യ, ഇനി എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ അത് വേഗം തന്നെ എടുത്തോണം. ഇനി അഥവാ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ അതെടുത്തില്ല എന്ന് പറഞ്ഞ് വീണ്ടും തിരിച്ചു വരാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനും എനിക്ക് വയ്യ എന്ന് ശൈലജ അറിയിച്ചു. അപ്പോഴേക്കും രാജേന്ദ്രൻ മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് അവിടേക്ക് വന്നു. മൊബൈൽ ഫോൺ ഓൺ ചെയ്തതും അതിലൊരു മെസ്സേജ് വന്ന് കിടക്കുന്നത് രാജേന്ദ്രൻ ശ്രദ്ധിച്ചു. വേഗം തന്നെ ആ മെസ്സേജ് ഓപ്പൺ ചെയ്തു. കാർത്തികേയതാ വന്നതെന്ന് മനസ്സിലായതോടെ അത് ഓപ്പൺ ചെയ്തപ്പോഴേക്കും അതിലൊരു മെസ്സേജ് വന്നു. ഞാൻ പപ്പിമോളാ, എൻ്റെ വീട്ടിലാണ് കാർത്തികാൻറ്റി താമസിക്കുന്നത്. കാർത്തികാൻറ്റി വിഷ്ണുവച്ചനെ വിവാഹം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുക. പിന്നെ വിഷ്ണുവച്ചനുണ്ടല്ലോ എൻ്റെ ചേച്ചിയമ്മയെ ഇഷ്ടം, സത്യയുടെ അമ്മയെ. അതുകൊണ്ട് വിഷ്ണുവച്ചൻ്റെയും കാർത്തികാൻറ്റിയുടെയും വിവാഹം മുടങ്ങണം. കാർത്തികാൻറ്റിയെ അച്ഛൻ വന്ന് കൂട്ടിക്കൊണ്ട് പോവുമോ? ആണെങ്കിൽ എൻ്റെ ചേച്ചിയമ്മയുടെയും വിഷ്ണുവച്ചൻ്റെയും കല്യാണം നടന്നേനെ. ചേച്ചിയമ്മ പാവമാ. അതുകൊണ്ട് അച്ഛൻ ഇവിടേക്ക് വരണേ, കാർത്തികേയൻ്റെ കൂട്ടിക്കൊണ്ട് പോണേ. ഞാൻ സത്യയുടെ അമ്മയുടെ ഫോൺ നമ്പർ ഇതിൽ ഇട്ടുതരാം. വരുമല്ലോ അല്ലേ, വരണേ എന്ന് പറഞ്ഞ് പപ്പി ഫോണിൽ ഒരു വോയിസ് മെസ്സേജ് അയച്ചിരിക്കുന്നത് രാജേന്ദ്രൻ കേട്ടു. അത് കേട്ടതോടെ കാർത്തിക പറഞ്ഞു, കണ്ടില്ലേടി ആ പാവം കൊച്ചു പറഞ്ഞത്, നിന്റെ മോള് മറ്റേതോ കുടുംബത്തിൽ ചെന്ന് അവിടുത്തെ ആ കുടുംബം തകർക്കാൻ നോക്കുകയാണെന്ന്. ഇത് കേട്ടതും ഉടനെ ശൈലജ പറഞ്ഞു, ആ കൊച്ചു ആരുടെ നമ്പർ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ ആ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു നോക്ക് മനുഷ്യ. നമ്മുടെ മോൾ അവിടെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്, അത് സത്യമാണോ അല്ലയോ എന്ന് അറിയാലോ എന്ന് പറഞ്ഞതും രാജേന്ദ്രൻ വിളിക്കാൻ മടി കാണിച്ചു നിൽക്കുമ്പോൾ വീണ്ടും ശൈലജ പറഞ്ഞു, നിങ്ങളൊന്ന് വിളിക്കും മനുഷ്യ. ഉടനെ രാജേന്ദ്രൻ ആ നമ്പറിലേക്ക് വിളിക്കണം. അങ്ങനെ ശാലിനിയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ ശാലിനി തിരികെ മടങ്ങി വരുന്നതിനിടയിൽ ഫോണിൽ റിങ് ചെയ്യുന്നത് കണ്ട് ശാലിനി എടുത്തു നോക്കി. ഇത് ആ നമ്പറിൽ നിന്നാണ് വിളിക്കുന്നത് എന്ന് അനുപല്ലവിയോട് വളരെ പ്രതീക്ഷയോടെ ശാലിനി പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും അനുപല്ലവി പറഞ്ഞു, മേഡം എന്നാ വേഗം ഫോൺ എടുക്ക്. അപ്പോഴേക്കും ഫോൺ എടുത്ത ഉടനെ ശാലിനി ഹലോ എന്ന് പറഞ്ഞതും ഉടനെ രാജേന്ദ്രൻ ചോദിച്ചു, ഇത് പപ്പിമോളുടെ ചേച്ചിയമ്മയല്ലേ എന്ന് ചോദിച്ചതും അതെ. സത്യയുടെ അമ്മ എന്ന് ചോദിച്ചതും അതെ എന്ന് ശാലിനി മറുപടി പറഞ്ഞു. ഞാൻ രാജേന്ദ്രൻ, കാർത്തികയുടെ അച്ഛനാ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. നിങ്ങളിപ്പോൾ എവിടെയാ ഉള്ളത് എന്ന് ശാലിനി അന്വേഷിച്ചു. ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞു. ഞങ്ങളിപ്പോൾ അവിടെ വന്നിട്ട് പോന്നതാണല്ലോ എന്ന് ശാലിനി അതിശയപ്പെട്ട് പറഞ്ഞു. ഉടനെ രാജേന്ദ്രൻ ആകെ അന്തിച്ചകം നിൽക്കുമ്പോൾ ശാലിനി പറഞ്ഞു, ദേവി ഇത് നിങ്ങൾ എങ്ങോട്ടും പോകല്ലേ, ഞങ്ങൾ ഇപ്പോൾ തന്നെ വരാം എന്ന് പറഞ്ഞ് ശാലിനി ഫോൺ വെച്ചു. ഉടനെ തന്നെ രാജേന്ദ്രൻ കോള് കട്ട് ചെയ്യുമ്പോൾ ശാലിനി വേഗം രാമേട്ടനോട് പറഞ്ഞു, രാമേട്ട വേഗം വണ്ടി തിരികെ കാർത്തികയുടെ വീട്ടിലേക്ക് തന്നെ പോകാം, അവരവിടെ ഉണ്ട് എന്ന് അറിയിച്ചു. ഈ സമയത്ത് ഫോൺ കട്ടാക്കിയതിനു ശേഷം ശൈലജ ചോദിച്ചു, എന്താ മനുഷ്യ, എന്താ അവര് പറഞ്ഞത്? അവര് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. എൻ്റെ ദൈവമേ, ഇനി എന്തൊക്കെ പൊല്ലാപ്പാ വരാൻ പോകുന്നത് ഈശ്വര എന്ന് രാജേന്ദ്രനാകെ ആശങ്കപ്പെട്ടിരിക്കുമ്പോൾ ശാലിനി രാജേന്ദ്രനെ കാണുവാനായി കാർത്തികയുടെ വീട് ലക്ഷ്യം വെച്ച് അവിടേക്ക് വന്നെത്തി. രാജേന്ദ്രനും ഭാര്യയും ആരാ വരുന്നതെന്നറിയാതെ ആകെ ടെൻഷനോടെ വാതിക്കൽ തന്നെ അങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ശാലിനിയുടെ കാറ് അവിടേക്ക് വന്നു നിന്നു. ജില്ലാ കളക്ടർ എഴുതിയ ആ നെയിം ബോർഡോടുകൂടി അവിടേക്ക് ആ കാറ് വന്നു നിന്നതും അതിൽ നിന്ന് ശാലിനി പുറത്തേക്ക് ഇറങ്ങി. ശാലിനി വളരെ സന്തോഷത്തോടെ അവരെ കണ്ടതോടെ തൻ്റെ ആ നീക്കം വിജയിച്ചു എന്ന സമാധാനം ശാലിനിയുടെ മുഖത്ത് തെളിയുന്നു.